ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നോമ്പ് 12ന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓതുക, നിസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും. പിന്നെ കിടക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കുട്ടികളെയൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ നമ്മൾ അലക്കലും കുളിയും എല്ലാം കഴിഞ്ഞ് ഒന്ന് വന്നതാണ് കേട്ടോ. അപ്പം ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ടീപ്പോയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് അടിച്ചു വാരിയിടാനേ ഉള്ളൂ. ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ബാത്റൂമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകി നനയുന്ന നമ്മളെ ഡ്രസ്സൊക്കെ നനയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അടിച്ചു വരുമ്പോൾ നമ്മളെ മേത്തൊന്നും ആവാനില്ലല്ലോ, അത് വിചാരിച്ചിട്ട് ഒക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുളിയൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളെ ചെടി എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒരു വാട്ടോ, അതിന് ഇല കുണങ്ങിയതുപോലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പുറത്തേക്ക് മാറ്റാം. എന്നിട്ട് ഇതിന് പകരം ഇവിടെ വേറൊരു ചെടി വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ പകരം വെക്കുന്ന ചെടിമേൽ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അതിൻ്റെ ലീഫൊക്കെ ഒന്ന് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ നല്ല വൃത്തിയിലിരുന്നോളൂ. നല്ല ഭംഗിയാണല്ലോ അല്ലേ ചെടികളൊക്കെ ഇങ്ങനെ പിന്നെ കാണാൻ. അകത്തായാലും പുറത്തായാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെടികൾ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കണം. എനിക്ക് ചെടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു വെള്ളീച്ച എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു വെള്ള പുള്ളി, അത് വന്നതാണ്. അപ്പോഴാണ് അങ്ങനെ ആവുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമമാണ് കേട്ടോ. ചെടികൾക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ വാട്ടോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പിന്നെ കുറച്ച് ടൈം എടുക്കും അത് നന്നാവാന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊക്കക്കോള ഇല്ലേ, അത് കുറച്ച് വെള്ളമാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ വെള്ളീച്ച പോകുന്നതാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ശിവക്കുട്ടനും പത്തൊക്കെ കളിച്ച് കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പൊ അവരത് പിന്നെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫോണിൽ അവർക്ക് ഉപ്പും മുളകും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെച്ചു കൊടുത്താണ്. പിന്നെ അതാ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ അതാ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, വൈകിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നൈറ്റിലേക്ക്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ചിക്കൻ ദം ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെയുള്ള ബിരിയാണി വെക്കാൻ നല്ലതാണല്ലോ. പിന്നെ വെച്ചാൽ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും കേട്ടോ എല്ലാ കാര്യങ്ങളും. നമ്മൾ ഓരോന്നും ആ ഒരു ഒന്ന് വേവുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് പാചകത്തിൻ്റെ പരിപാടി കഴിയുന്നത് പോലെ ആട്ടോ എനിക്ക് തോന്നുക. പിന്നെ വെച്ചാൽ ടേസ്റ്റും കൂടും കേട്ടോ നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഞാനിതാ ബിരിയാണീൻ്റെ ചിക്കനൊക്കെ നമ്മളെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ദം ചെയ്തെടുക്കാനേ ഉള്ളൂ. പിന്നെ അത് നമുക്ക് അത്താഴത്തിനുള്ള ചോറിനുള്ള വെള്ളവും അതിന് പുറകെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറൊക്കെ ഒന്ന് വെന്തത് നമ്മളെ മസാലേൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ലെയർ ആയിട്ടല്ല കേട്ടോ ഞാൻ ഇടുന്നത്. താഴെ മസാലയും മേലെ ചോറുമായിട്ടാണ് ഇടുന്നത്. എനിക്കിങ്ങനെ ലെയർ ആയിട്ട് ഇടുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാനും അത് കണ്ടിട്ടാണല്ലോ, അപ്പൊ ഞാനും ഇങ്ങനെ തന്നെയാണ് ചെയ്യല്. ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവുക കേട്ടോ. പിന്നെ ഓരോ ലെയറിലും മസാല ഇടുന്നതിന് പകരം ഞാൻ ഗരം മസാലയും മല്ലിയിലയും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഒന്ന് ഒരു 5 മിനിറ്റ് ദമ്മിലിടുകയും ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ അതാന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത് മീൻ തന്നെയാണ്. അപ്പം മിനി ബ്രെഡ് പോക്കറ്റാണ് അവൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ഓയിൽ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വലിയ ഓയിലൊക്കെ ആക്കുമ്പോഴാണല്ലോ ഭയങ്കര ഒരു പിന്നെ കഴിക്കാൻ നമുക്കൊരു മടി തോന്നുക. ഇതാകുമ്പോൾ പേടിക്കാനൊന്നുമില്ല, അധികം ഓയിലൊന്നും നമ്മളിതിന് യൂസ് ചെയ്യുന്നില്ല. ഈ പൊരിച്ച കടികൾ കഴിക്കാൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷെങ്കിൽ അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രയാസമാണ് മനസ്സിന്. കാരണം അത് നമ്മൾ നോമ്പിന് ഫുഡ് ഒഴിവാക്കാനാണല്ലോ പറയുന്നത്, ഇത് നമ്മൾ ഫുഡ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ചിന്ത ഇങ്ങനെ വരും കേട്ടോ. പാന് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം അവൾ ചെയ്തിട്ടുള്ളത് കുറച്ച് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കെച്ചപ്പും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളെ ഇറച്ചി വേവിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനായിരുന്നു. പിന്നെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം കാബേജ് അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുക്കുന്നേ ഉള്ളൂ. വലുതായിട്ടൊന്നും ഇങ്ങനെ വഴന്നു വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്നും ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുത്താൽ മതി.
പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ സോയാ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ പാകത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതിയാവും ഉപ്പ്. പിന്നെ അതെല്ലാം ഒന്ന് ആക്കിയതിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്നിങ്ങനെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തോന്നുന്നു കാബേജ് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അല്ല കേട്ടോ. ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യേണ്ടത്. പിന്നെ അത് നമ്മളൊന്ന് ബ്രെഡൊക്കെ സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതാ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് പരത്തിയെടുക്കുമ്പോൾ ഒന്നിങ്ങനെ നീണ്ട് പരന്ന് കിട്ടുമല്ലോ. അപ്പം ബ്രെഡ് പൊട്ടി പോവാതൊക്കെ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ബ്രെഡൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫില്ലിങ്ങിലേക്ക് വേണ്ട ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. ചീസൊക്കെ ഇട്ടാൽ ശരിക്കും നമ്മളിത് കഴിക്കുമ്പോൾ ഒരു പിസ്സാൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫില്ലിങ് തന്നെയായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാബേജും കൂടി ഇട്ട് കൊടുത്താലാണ് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയായി എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് സ്റ്റീമായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി അത് ചൂടോടെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കണം. അപ്പോഴാണ് ശരിക്കും ഇങ്ങനെ പരത്താൻ കഴിയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതൊന്ന് ആവി കയറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ പാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഓയിൽ ഫ്രീ ആണല്ലോ, അപ്പൊ തന്നെ കഴിക്കാനൊരു സുഖമുണ്ട്. പിന്നെ വെച്ചാൽ നമുക്ക് ചിക്കനും വെജിറ്റബിൾസും മാത്രമാണല്ലോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ബ്രെഡ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പൊ നല്ല ഇതിലിങ്ങനെ പരന്ന് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതൊരു മീഡിയം സൈസ് ബ്രെഡാണ്. അതിനെങ്ങനെ കോണാക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി വലിയ ബ്രെഡാണെങ്കിൽ കുറച്ചും കൂടി ഫില്ലിങ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നന്നായിരിക്കും കേട്ടോ. ഇതൊരു സാധാ ഒരു ബ്രെഡ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മ കാണിക്കുന്നുണ്ട്. അത്രയ്ക്കൊരു വലിപ്പമേ ഉള്ളൂ. മിനി ബ്രെഡ് പോക്കറ്റ് ആണല്ലോ. അപ്പം അതിങ്ങനെ നമ്മളിങ്ങനെ എൻവലോപ്പിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലേക്ക് ആണ് അതാവുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്യുക അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കുക ഒന്നും വേണ്ട. ഇനിയിപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. കാരണം നമ്മൾ ചീസ് ആക്കിയതുകൊണ്ട് ഒരു പിന്നെ ഇത് ചൂടോടെ കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. സ്റ്റീം ചെയ്തെടുക്കരുത് ഒരിക്കലും. കാരണം വീണ്ടും സ്റ്റീം ചെയ്യുമ്പോൾ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഒന്നും കൂടി കുഴഞ്ഞു പോവും. ഇതാണെല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് റെഡി ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ അതാ നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറക്കുകയാണ് ഫത്തുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളും ഫത്തുവിനെ പഠിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് മോന് പള്ളിയിൽ നിന്നും വന്നിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ദം ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.